അൽ-നബീർ മെഡിക്കൽ ഗ്രൂപ്പ് വീക്കെൻഡ് അറേബ്യയുടെ 25ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അറബ് ലോകവും പ്രവാസവും സമന്വയിപ്പിച്ച വീക്കെൻഡ് അറേബ്യ 25 എപ്പിസോഡുകൾ പിന്നിടുന്നു. മലയാളത്തിൽ ദൃശ്യമാധ്യമ രംഗം ഏറെ വളർന്നിരിക്കുന്നു, ശരിയാണ്. എന്നാൽ പുറം ലോകത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പകർത്തുന്നതിൽ നാം എത്ര കണ്ട് വിജയിച്ചു. പ്രവാസ ലോകത്തും പുറത്തും വീക്കെൻഡ് അറേബ്യയ്ക്ക് ലഭിച്ച പിന്തുണക്ക് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പിന്നിട്ട എപ്പിസോഡുകളിലേക്കുള്ള ഒരു ഓട്ടപ്രദർശനം കൂടിയാണ് വീക്കെൻഡ് അറേബ്യയുടെ ഈ ലക്കം. കടൽ കടന്ന മനുഷ്യരുടെ സങ്കടങ്ങൾക്കും പ്രത്യാശകൾക്കുമൊപ്പം അറബ് ലോകത്തിന്റെ വർത്തമാനം കൂടി പ്രതിഫലിപ്പിക്കുക ഈ ലക്ഷ്യത്തോടെയായിരുന്നു വീക്കെൻഡ് അറേബ്യയുടെ തുടക്കം. ആ യാത്ര പരദേശ മുദ്രകളുടെ 25ാം എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. കൂട്ടത്തിലൊന്നായി മാറരുതെന്ന നിഷ്കർഷയിലാണ് ഓരോ എപ്പിസോഡിനും രൂപം നൽകിയത്. പ്രവാസ മണ്ണിലും പുറത്തും പ്രേക്ഷകർ നൽകിയ പിന്തുണയുടെ ബലത്തിലാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഗൾഫ് മലയാളികളുടെ വിനോദ ജീവിതം പകർത്തുമ്പോൾ തന്നെ യാത്രയും രാഷ്ട്രീയവും മറ്റുമായി പശ്ചിമേഷ്യയുടെ ഭൂമിശാസ്ത്രവും ജീവശാസ്ത്രവും പകർത്തിവെക്കാൻ ഈ പ്രോഗ്രാമിന് കഴിയുന്നു എന്നാണ് മാധ്യമ നിരൂപകൻ ഷാജി ജേക്കബിന്റെ കുറിമാനം. ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നുണ്ട് വീക്കെൻഡ് അറേബ്യയ്ക്ക്. പ്രതികൂലതകൾക്കിടയിലും അതിജീവനം തേടുന്ന കുറെ മനുഷ്യരെ ഇതിനകം പകർത്താനായി. പരദേശികളുടെ വിഹുലതകളിലേക്ക് വീക്കെൻഡ് അറേബ്യ ഇറങ്ങിച്ചെന്നു. ഭരണ സംവിധാനങ്ങളുടെ കാരുണ്യരാഹിത്യത്തോട് കലഹിച്ചു. കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ എല്ലായിടത്തും വീക്കെൻഡ് അറേബ്യ ഇറങ്ങിച്ചെന്നു. വെറും കാഴ്ചകൾക്കപ്പുറം കൃത്യമായ രാഷ്ട്രീയവും അതിൽ ഉൾച്ചേർക്കണം എന്നുണ്ടായിരുന്നു. ചാനലും കടന്ന് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ സഞ്ചരിച്ച നിരവധി പ്രമേയങ്ങൾ. അഭൂതപൂർവമായ പിന്തുണയായിരുന്നു അവയിൽ പലതിനും ലഭിച്ചത്. കുവൈത്ത് ഭവനത്തിൽ കഴിയുന്ന ഫാത്തിമയെന്ന പുലിയും ഒമാനിലെ മിട്ടുവെന്ന തത്തയും സലാല കാഴ്ചകളും ഇന്നും പല കൈമറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അലൈനിലെ പാക് മലയാളി കുടുംബത്തിന്റെ സങ്കടം പ്രേക്ഷക സമൂഹം ഏറ്റെടുത്തു. സംഗീതവും കലയും സിനിമയും പുസ്തകവും കടന്നുവന്നു. പരദേശ മണ്ണിലെ ചരിത്രമുദ്രകളും ഈടുവെപ്പുകളും മലയാളി പൊതുസമൂഹത്തിന് മുന്നിലെത്തി. അറബ് സാമൂഹികതയുടെ വേരുകളിലേക്കുള്ള യാത്രയായിരുന്നു പലതും. ഇരു സംസ്കാരങ്ങളുടെയും സങ്കലന വഴികളിലൂടെ ആ യാത്ര നീണ്ടു. ഇറാനും തുർക്കിയും ലബനാനും മലയാളിക്ക് പുതിയ കാഴ്ചകളായി മാറി. സമി യൂസുഫ് ഉൾപ്പെടെ പ്രമുഖരുടെ ജീവരേഖകൾ ഇതിൽ വിടർന്നു. കാഴ്ചകളുടെ പുതുവസന്തമായിരുന്നു വീക്കെൻഡ് അറേബ്യയുടെ ക്യാമറ കണ്ണുകൾ. പരദേശ മണ്ണിൽ നിന്നുള്ള അപൂർവ ചാരുതയോടെ ആ കാഴ്ചകൾ മലയാളി ഏറ്റുവാങ്ങി. കൂടുതൽ ശക്തിയോടും മികവോടും അടുത്ത ചുവടുവെപ്പിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. എല്ലാവരുടെയും പിന്തുണ വീക്കെൻഡ് അറേബ്യ പ്രതീക്ഷിക്കുന്നു.